രാജ്യത്തെ തന്നെ CPM-നെ നിയന്ത്രിക്കുന്നത് കണ്ണൂരിലെ സഖാക്കളാണെന്ന് എല്ലായ്പ്പോഴും പലരും മേനി പറയാറുണ്ട്. ഏറെക്കുറെ അതുതന്നെയാണ് വാസ്തവവും. കണ്ണൂരിലെ CPM-ന് ഒട്ടേറെ പ്രത്യേകതകളുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ CPM അംഗങ്ങളും വർഗ ബഹുജന സംഘടനകളുമുള്ള ജില്ലാ ഘടകം ഏറെ നാളുകളായി കണ്ണൂർ തന്നെയാണ്. 4421 ബ്രാഞ്ചുകളിലും 249 ലോക്കൽ കമ്മിറ്റികളിലും 18 ഏരിയ കമ്മിറ്റികളിലുമായി 65,550 പാർട്ടി അംഗങ്ങളാണ് നിലവിലുള്ളത്. ബംഗാളിലെ നോർത്ത് പർഗാനാസ് ജില്ലയെ 6 വർഷം മുൻപാണ് കണ്ണൂർ മറികടന്നത്. 3 വർഷം മുൻപുണ്ടായിരുന്നതിനേക്കാൾ 174 ബ്രാഞ്ചുകളും 6 ലോക്കൽ കമ്മിറ്റികളും കണ്ണൂരിൽ കൂടി. 3862 പാർട്ടി അംഗങ്ങളും ഇത്തവണ വർദ്ധിച്ചു. 1,36,275 അംഗങ്ങളാണ് 7 പ്രധാന വർഗ ബഹുജന സംഘടനകളിലായി 3 വർഷത്തിനിടയിൽ വർദ്ധിച്ചത്. ഇപ്പോൾ 29,51,370 അംഗങ്ങൾ വിവിധ സംഘടനകളിലുണ്ട്. പാർട്ടിയിൽ വനിതകളുടെ അംഗസംഖ്യയും കൂടുതൽ കണ്ണൂരിലാണ്. ആകെയുള്ള പാർട്ടി അംഗങ്ങളിൽ 32.99% വനിതകളാണ്. 2 ലോക്കൽ സെക്രട്ടറിമാരും 242 ബ്രാഞ്ച് സെക്രട്ടറിമാരും വനിതകളാണ്. ആദിവാസി പുനരധിവാസ ഗ്രാമമായ ആറളം ഫാമിലെ CPM അംഗങ്ങളിൽ 47% സ്ത്രീകളാണ്. പറഞ്ഞു വരുന്നത് ഇതൊന്നുമല്ല, CPM-ന്റെയും വിവിധ പോഷക സംഘടനകളുടെയും നേതൃത്വങ്ങൾ ഒന്നാകെ കണ്ണൂരിലേക്ക് മാറുന്നുവെന്ന് കൂടിയാണ്. SFI സംസ്ഥാന സെക്രട്ടറിയായി പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട PS സഞ്ജീവ് കണ്ണൂർ സ്വദേശിയാണ്. ഇതോടെ CPM-ന്റെയും DYFI-യുടെയും SFI-യുടെയും സർക്കാരിന്റെയും എല്ലാം തലപ്പത്തേക്ക് കണ്ണൂർക്കാർ എത്തിയിരിക്കുകയാണ്. കണ്ണൂർ പാനൂർ സ്വദേശിയായ PS സഞ്ജീവ് നിലവിൽ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയാണ്. CPM പാനൂർ ഏരിയ കമ്മിറ്റി അംഗവും DYFI പാനൂർ ബ്ലോക്ക് കമ്മിറ്റി അംഗവുമാണ്. കണ്ണൂർ സർവകലാശാല പാലയാട് ക്യാമ്പസിൽ LLB അവസാന വർഷ വിദ്യാർത്ഥിയുമാണ്. കണ്ണൂരിലേക്ക് തന്നെ വീണ്ടും പാർട്ടി ഒതുങ്ങുമ്പോൾ ചരിത്രത്തിലും CPM രാഷ്ട്രീയത്തിൽ കണ്ണൂരിന് വല്ലാത്ത പ്രസക്തിയുണ്ട്. ഒരു പാർട്ടി ഒരു സ്വരം എന്നതായിരുന്നു VS അച്യുതാനന്ദൻ CPM-നെ വെല്ലുവിളിച്ചിരുന്നപ്പോഴൊക്കെ കണ്ണൂർ നേതൃത്വം മുഴക്കി വന്ന മുദ്രാവാക്യം. CPM ഏകശിലാ വിഗ്രഹം പോലെ ആയി കാണണമെന്ന് അവർ ചൂണ്ടിക്കാട്ടി. മറിച്ചുള്ളത് ലെനിനിസ്റ്റ് സംഘടനാ വിരുദ്ധതയാണ്. കണ്ണൂർ തന്നെ ഉദാഹരണമായി അഭിമാനത്തോടെ അവർ എടുത്തുകാട്ടുകയും ചെയ്തിരുന്നു. പിണറായി വിജയന്റെ പിന്നിൽ ഒറ്റക്കെട്ടായി നിൽക്കുന്ന ജില്ല. കരുത്തുറ്റ നേതാക്കൾക്ക് യാതൊരു പഞ്ഞമില്ലെങ്കിലും കണ്ണൂരിലെ പാർട്ടിയുടെ ദൈവവും എല്ലാം പിണറായി തന്നെയാണ്. കണ്ണൂർ ഇന്ത്യയിൽ തന്നെ പാർട്ടിയുടെ ഏറ്റവും കരുത്തുറ്റ ജില്ലയാണ്. ആലങ്കാരികമായി പറഞ്ഞാൽ CPM-ന്റെ വിളക്കുമരങ്ങളിലൊന്ന്. ഇടക്കാലത്ത് കണ്ണൂരിലെ CPM രാഷ്ട്രീയത്തിൽ ഒട്ടേറെ വിവാദങ്ങൾ ചൂടുപിടിച്ചിരുന്നു. കണ്ണൂർ ലോബിയെന്ന് നെഞ്ചുവിരിക്കുമ്പോഴും പല ധ്രുവങ്ങളിലായിരുന്നു പാർട്ടിയിലെ നേതാക്കൾ. ആദ്യ വിവാദം മുൻ ജില്ലാ സെക്രട്ടറി P ശശിക്ക് പാർട്ടി പുറത്തേക്കുള്ള വഴി തുറന്നപ്പോൾ ബന്ധു നിയമന വിവാദത്തിൽ കേന്ദ്ര കമ്മിറ്റി അംഗമായിരുന്ന EP ജയരാജന് മന്ത്രിപദം തന്നെ നഷ്ടമായി. ഇപ്പോൾ വ്യക്തിപൂജയെന്ന ആക്ഷേപം P ജയരാജനെതിരെ ഉയർന്നപ്പോൾ പല ധ്രുവങ്ങളിലായി നിന്ന നേതാക്കളെല്ലാം ആ പടനീക്കത്തിൽ ഒരുമിച്ചു. അന്ന് പുറത്തായ ശശി ഇന്ന് മുഖ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രധാന പദവിയിൽ എത്തിയിരിക്കുന്നുവെന്ന് എടുത്തു പറയേണ്ടതാണ്. കണ്ണൂർ ലോബിക്കകത്തെ വഴിപിരിയലുകൾ പുറത്തു വന്നു തുടങ്ങിയത് P ശശി പ്രശ്നം സജീവമായതോടെയാണ്. P ജയരാജന് മുൻപ് ജില്ലാ സെക്രട്ടറി ആയിരുന്ന ശശിക്കെതിരെ സദാചാര പ്രശ്നമാണ് ഉയർന്നത്. അസുഖമെന്ന് പാർട്ടി വിശേഷിപ്പിച്ച് ശശി പ്രശ്നം മറച്ചുവെക്കാൻ സംസ്ഥാന നേതൃത്വം ശ്രമിച്ചതിന്റെ പ്രത്യാഘാതം കണ്ണൂരിലെ പാർട്ടിയിലുണ്ടായി. ജില്ലാ കമ്മിറ്റിയെ വഞ്ചിക്കുന്ന നിലപാട് സംസ്ഥാന നേതൃത്വം കൈക്കൊണ്ടെന്നായിരുന്നു വികാരം. 2 അംഗ കമ്മീഷൻ ശശി കുറ്റം ചെയ്തതായി കണ്ടെത്തിയപ്പോഴും ശിക്ഷ ലഘൂകരിക്കണമെന്ന വികാരത്തിലായിരുന്നു നേതൃത്വം. എന്നാൽ അത് പൊളിച്ചതിലും കണ്ണൂർ നേതാക്കൾ പങ്കുവഹിച്ചു. കാര്യമായ തെളിവില്ലെന്നും പരാതിയിൽ വൈരുദ്ധ്യമുണ്ടെന്നുമുള്ള സെക്രട്ടേറിയറ്റ് തീരുമാനം സംസ്ഥാന കമ്മിറ്റിയിൽ ചർച്ചയ്ക്ക് വന്നപ്പോൾ കണ്ണൂരിൽ നിന്നുള്ളവർ തന്നെ നടപടി വേണമെന്ന ആവശ്യവുമായി എഴുന്നേറ്റു. പാർട്ടി മറച്ചുവെക്കാൻ ആഗ്രഹിച്ചതെല്ലാം മാധ്യമങ്ങളോട് പരസ്യമാക്കിയതും ജില്ലയിലെ നേതാക്കൾ തന്നെയായിരുന്നു. ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ശശിയെ സംരക്ഷിക്കുവാൻ പല ആവർത്തി ശ്രമിച്ചെങ്കിലും അന്ന് അതൊന്നും നടന്നതേയില്ല. ഇന്ന് അതേ ശശി കേരളത്തിലെ സർക്കാരിനെ അടക്കം നയിക്കുന്നു. ഇന്നിപ്പോൾ കണ്ണൂർ രാഷ്ട്രീയത്തിൽ P ജയരാജൻ അപ്രസക്തനാണ്. ഒരു കാലത്ത് ജയരാജന് പിന്നിൽ അണിനിരന്ന ജീവൻ പോലും കൊടുക്കുവാൻ തയ്യാറാകുന്ന വിപ്ലവകാരികൾ ഉണ്ടായിരുന്നു.
ആകാശ് തില്ലങ്കേരിയും അർജുൻ ആയങ്കിയും ഒക്കെ ആ കൂട്ടത്തിൽ പെടും. അവരുടെ എല്ലാം ഇന്നത്തെ അവസ്ഥ പറയേണ്ടതില്ലല്ലോ. പല്ലും നഖവും നഷ്ടപ്പെട്ട ഒരാളായി കണ്ണൂർ രാഷ്ട്രീയത്തിൽ ജയരാജൻ മാറിയിരിക്കുന്നു. പാർട്ടിയിലും കണ്ണൂർ രാഷ്ട്രീയത്തിലും സർവാധിപതിയായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നയിക്കുന്ന കാലമാണിത്. ഇടയ്ക്ക് മുഖ്യ നേതൃത്വം നൽകുന്ന കണ്ണൂർ ലോബിക്കെതിരെ തെക്കുള്ള CPM നേതാക്കൾ പോരാട്ടത്തിനിറങ്ങിയെങ്കിലും അതൊന്നും ചിത്രത്തിൽ വന്നതേയില്ല. ഇപ്പോൾ SFIയുടെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് കൂടി കണ്ണൂരുകാരൻ വരുന്നതോടെ CPMനെ കണ്ണൂർ രാഷ്ട്രീയം തന്നെ നയിക്കുമെന്ന സൂചനയാണ് പുറത്തു വരുന്നത്.